ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു വാട്ടർമെലൺ ജ്യൂസ് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു വലിയ പീസ് വാട്ടർമെലൺ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കത്തി ഉപയോഗിച്ച് ചെറിയ പീസുകളായി കട്ട് ചെയ്ത് ഒരു വലിയ മിക്സിംഗ് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കത്തി ഉപയോഗിച്ച് നന്നായി ചെറിയ പീസായി കട്ട് ചെയ്ത് വേണം മിക്സിംഗ് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇഫ്താറിനുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണിത്. വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. ഇങ്ങനെ ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്ത ശേഷം ഇതൊരു വലിയ തവി ഉപയോഗിച്ച് നന്നായൊന്ന് ഉടച്ചെടുക്കണം. കണ്ടോ, ഇതുപോലെ ഒരു തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര വളരെ കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. വാട്ടർമെലൺ നല്ല മധുരമുള്ളതാണെങ്കിൽ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ റൂഹ് അഫ്സയാണ്. ഈ ഒരു റൂഹ് അഫ്സ ചേർത്ത് കൊടുക്കുമ്പോൾ വാട്ടർമെലൺ ജ്യൂസിന് നല്ല ടേസ്റ്റ് കിട്ടും. എത്ര മധുരം കുറഞ്ഞ വാട്ടർമെലൺ ആണെങ്കിലും നമുക്കിതുപോലെ റൂഹ് അഫ്സ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഒന്നുകൂടി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. റൂഹ് അഫ്സ ചേർക്കുമ്പോൾ നല്ലൊരു കളറും അതുപോലെ നല്ല ടേസ്റ്റും കിട്ടും. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇഫ്താറിനുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി വാട്ടർമെലൺ ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.